എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമാണ്. അപ്പോൾ കുറച്ച് ഗാർഡനിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും കൂടെ ഇതിനോടൊപ്പം ചെയ്യാനായിട്ട് ആണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഗാർഡനിങ്ങിൽ നമ്മൾ പഴയ പോട്ടിൽ ചെടികളൊക്കെ മാറ്റി പുതിയതിലേക്ക് എടുത്തു വെക്കുക എന്നുള്ളൊരു ജോലിയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഉള്ളിക്കറിയും കൂടെ അതിനോട് തയ്യാറാക്കാനായിട്ട് ഗാർഡനിങ് ചെയ്യുന്ന ഇച്ഛാനാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സൈഡായിട്ട് ഇന്ന് വെളിയിൽ ഷെഡിൽ കറി വെക്കാമെന്നായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊച്ചുള്ളി കറിയാണ് ഉണ്ടാക്കുന്നത്. കൊച്ചുള്ളി തീയലിന് പകരം തേങ്ങ അരയ്ക്കാതെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ ഇച്ചിരി ശർക്കര വേണം, വറ്റൽമുളക്, പിന്നെ അതിന് വേണ്ടുന്ന മുളക് പൊടി വേണം, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ വേണം. അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി ഇട്ട് വഴറ്റണം. അതിനുശേഷം വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് കായം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ട് ചൂടാക്കി തീയിൽ ചൂടാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ കൂടെ കറിവേപ്പില ഞാൻ ഇട്ടായിരുന്നു. കറിവേപ്പില ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇല്ല, റോസനായിട്ടുള്ള കറിവേപ്പിലയാണ് എൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് അതിട്ട് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി നന്നായിട്ടൊന്ന് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റണമെന്ന്. വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം മതി, വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അതൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വീണ്ടും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പ് എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ഒന്ന് അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ശർക്കരയും ഇട്ട് ഇളക്കി, അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പിഴുപുളി ഉണ്ടല്ലോ, ആ പിഴുപുളിയും കൂടെ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് അരിച്ചെടുത്ത് ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി അടച്ച് വെച്ച് നമുക്കത് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞിട്ട് അത് ഒരുവിധം നന്നായിട്ട് പറ്റി വരുന്നിടം വരെ നമ്മളത് ചെറിയ തീയിലിട്ട് വേവിക്കുക. കഴിയുമ്പോൾ ഉപ്പും അതിൻ്റെ അളവുമൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് എരിവ് കൂടി കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നിടം വരെ നമ്മളത് ചെറിയൊരു മീഡിയം തീയിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പും എരിവും കൂടുതലാണെങ്കിൽ ഇച്ചിരി ശർക്കരയൊക്കെ എക്സ്ട്രാ ഇട്ട് നമുക്കതിനെ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അവസാനം അതിന് ചട്ടിയിലേക്ക് ഇച്ചിരി ചൂട് ചോറിട്ട് ഇളക്കി കഴിക്കുന്നത് വേറെ ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഇച്ചിരി ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഇന്നത്തെ ഗാർഡനിങ് ഏകദേശം കഴിയാറായി. ചൂട് ചോറിലൂടെ കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.